ഹലോ എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്ക് പഠിക്കാം. സൈനോഫൈസിയൻ ആൽഗയെ പറ്റി പഠിക്കാം. സൈനോഫൈസിയൻ ആൽഗെ എല്ലാവർക്കും അറിയാമല്ലോ, ഇത് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൽഗൽ ക്ലാസ് ആണ്. അപ്പം സൈനോഫൈസിയയുടെ സാലിയൻ ഫീച്ചേഴ്സാണ് ഇനി പറയാൻ പോകുന്നത്. സൈനോഫൈസിയൻ ആൽഗയെ നമ്മൾ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നും സൈനോബാക്ടീരിയ എന്നുമാണ് പറയുന്നത്. ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയാൻ കാരണം ഈ ആൽഗയുടെ താലസിൻ്റെ കളർ ബ്ലൂയിഷ് ഗ്രീൻ കളറിലായിരിക്കും കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്നത്. സൈനോബാക്ടീരിയ എന്ന് പറയാൻ കാരണം ഈ ആൽഗെ ബാക്ടീരിയയുടെ ക്യാരക്ടേഴ്സ് കാണിക്കുന്നത് കൊണ്ടാണ്. അപ്പം ഈ ആൽഗയുടെ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് താലസ് ആണ്. ഈ താലസ് ഫിലമെൻറ്റസ് ആണ്. ഫിലമെൻറ്റസ് എന്ന് പറഞ്ഞാൽ ഈ താലസിനകത്ത് നമുക്ക് ലീനിയർ റോ ഓഫ് സെൽസ് കാണാൻ പറ്റും. സെൽസുകൾ ഒന്നിൻ്റെ താഴെയായിട്ട് ലീനിയറായിട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു റോ ഓഫ് സെൽസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫിലമെൻറ്റസ് താലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ലീനിയർ റോ ഓഫ് സെൽസ് അറേഞ്ച് ചെയ്യപ്പെടുമ്പോൾ അതിന് പറയുന്ന പേരാണ് ട്രൈക്കോം. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ട്രൈക്കോം എന്നായിരിക്കും. ഒരു മാർക്കിന് സാധാരണ എപ്പോഴും ചോദിക്കുന്നതാണ് വാട്ട് ഈസ് എ ട്രൈക്കോം. അപ്പോൾ ട്രൈക്കോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലീനിയർ റോ ഓഫ് സെൽസ് അറേഞ്ച്ഡ് ഇൻ സൈനോഫൈസിയൻ ആൽഗെ. ഓക്കെ, അപ്പോൾ ഈ ട്രൈക്കോമിനെ ട്രൈക്കോം എന്ന് പറയുന്നത് ലീനിയർ റോ ഓഫ് സെൽസ് ആണ്. അപ്പോൾ ഈ സെൽസിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഷീത്ത് ഉണ്ടായിരിക്കും. ഈ ഷീത്ത് മിക്കപ്പോഴും ഉണ്ടാക്കിയിരിക്കുന്നത് മ്യൂസിലേജ് കൊണ്ടായിരിക്കും. ഇനി ഈ ട്രൈക്കോമുകളുടെ, അതായത് ട്രൈക്കോം എന്ന് പറഞ്ഞാൽ ആ സെൽസിൻ്റെ ഇടയിൽ നമുക്ക് ചില സെൽസുകൾ ബൾജ് ചെയ്ത് ലാർജ് തിക്ക് വോൾഡ് ആയിട്ട് കാണപ്പെടും. ഈ ബൾജ് ചെയ്തിരിക്കുന്ന ലാർജായിട്ട് തിക്ക് വോൾഡ് ആയിട്ട് കാണപ്പെടുന്ന സെൽസുകളെയാണ് ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹെട്രോസിസ്റ്റ്? ഇത് രണ്ടാമത്തെ ചോദ്യമാണ്. സൈനോഫൈസിയൻ ആൽഗയ്ക്കകത്ത് കാണുന്ന, ട്രൈക്കോമിനകത്ത് കാണുന്ന ചില ലാർജ് തിക്ക് വോൾഡ് ആയിട്ടുള്ള സെല്ലുകളെയാണ് ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി മിക്ക സൈനോഫൈസിയൻ ആൽഗേസും പ്രൊക്കാരിയോട്സ് ആണ്. അതായത് എല്ലാ സൈനോഫൈസിയൻ ആൽഗേസും പ്രൊക്കാരിയോട്സ് ആണ്. അത് പ്രൊക്കാരിയോട്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ വിത്തൗട്ട് എനി ന്യൂക്ലിയസ്, അല്ലേ, വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസ് ടോട്ടലി ആബ്സെൻ്റ് ആണ്. മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൽ ഓർഗനൽസും ആബ്സെൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഓർഗാനിസത്തിനെയാണ് നമ്മൾ പ്രൊക്കാരിയോട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊക്കാരിയോട്ടിക് ക്യാരക്ടർ ആര് കാണിക്കുന്നുണ്ട്? ഓൾറെഡി ബാക്ടീരിയാസ് കാണിക്കുന്നുണ്ട്, അല്ലേ. അതുകൊണ്ടാണ് ഈ സൈനോഫൈസിയൻ ആൽഗെ സൈനോബാക്ടീരിയ എന്ന് വിളിക്കാൻ പ്രധാന കാരണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഒരു ബാക്ടീരിയൽ ക്യാരക്ടർ. സൈനോഫൈസിയൻ ആൽഗെ കാണിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ബാക്ടീരിയൽ ക്യാരക്ടർ എന്താണ്? സൈനോഫൈസിയൻ ആൽഗൽ സെൽസ് ആർ പ്രൊക്കാരിയോട്സ് ഓർ പ്രൊക്കാരിയോട്ടിക്. ദെൻ ഇതിനകത്ത് കാണുന്ന സൈനോഫൈസിയൻ മെമ്പേഴ്സിനകത്ത് കാണുന്ന ചീഫ് പിഗ്മെൻസുകളാണ് ക്ലോറോഫിൽ എ, മിക്സോസാൻതിൻ, ഫൈക്കോ എറിത്രിൻ ആൻഡ് ലൂട്ടിൻ. അപ്പോൾ ഇതിൽ ഫൈക്കോ എറിത്രിൻ ആൻഡ് ഫൈക്കോ സയാനിൻ എന്ന് പറയുന്ന രണ്ട് പിഗ്മെൻസ് ഉണ്ട്. അപ്പോൾ എറിത്രിൻ എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ റെഡിഷ് കളർ എന്നുള്ള അർത്ഥമാണ്. സയാനിൻ എന്ന് പറഞ്ഞാൽ ബ്ലൂയിഷ് കളർ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഫൈക്കോ സയാനിനും ഫൈക്കോ എറിത്രിനും ഈ സൈനോഫൈസിയൻ മെമ്പേഴ്സിനകത്ത് കാണുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിഗ്മെൻറ്റുകളാണ്. ആ പിഗ്മെൻറ്റ്സ് കാരണമാണ് ബ്ലൂയിഷ് ഗ്രീൻ കളറിൽ നമുക്ക് ഈ പെർട്ടിക്കുലർ ആൽഗെ കാണാൻ കഴിയുന്നത്. ഇനി ഫ്ലജല്ല ടോട്ടലി ആബ്സെൻ്റ് ആണ്. റീപ്രൊഡക്ഷൻ എസെക്ഷൽ മെത്തേഡിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും നടക്കാറുണ്ട്. ഇപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സൈനോഫൈസിയൻ മെമ്പറാണ് നോസ്റ്റോക്ക്. നോസ്റ്റോക്കിനെ പറ്റി മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു സെമിസ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇത് നോക്കണ്ട. ഗ്ലിയോക്യാപ്സ, ഈഡഗോണിയം നോക്കണ്ട. ഇത് രണ്ടും നോക്കണ്ട. നിങ്ങൾ ഇതിൽ മാത്രം, ഈ ഒരു പിക്ചർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നോസ്റ്റോക്ക് എന്ന് പറയുമ്പം കോളനി ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ കോളനിയുടെ ഒരു പിക്ചറാണ് ദാ ഇവിടെ ഞാൻ ടിക്ക് ചെയ്തിരിക്കുന്ന. ഇത് നോക്കൂ, ഇതാണ് കോളനി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈക്കോം എന്ന് പറയുന്നത് ഈ ഫിഗർ സി എന്ന് പറയുന്ന അത് നോക്കൂ. അപ്പോൾ ഇതാണ് ട്രൈക്കോം, കണ്ടോ. ഇതാണ് ട്രൈക്കോം എന്ന് പറയുന്നത്. ഇതുപോലെ ലീനിയർ ആയിട്ട് റോസ് ആയിട്ട് ഒന്നിൻ്റെ താഴെ ഒന്നായിട്ട് ഇതുപോലെ സെൽസുകൾ അറേഞ്ച് ചെയ്ത് ത്രെഡ് പോലെ ഇരിക്കും. ഇതിനെയാണ് ട്രൈക്കോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹോൾ ട്രൈക്കോമിന് പറയുന്ന പേരാണ്, അതായത് ട്രൈക്കോമിനെ സറൗണ്ട് ചെയ്ത് മ്യൂസിലേജ് കവറിങ് കൂടെ വന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ഫിലമെൻറ്റ്. കണ്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ട്രൈക്കോമിനകത്ത് നോക്കുമ്പോൾ നമുക്ക് എല്ലാ സെൽസും ഒരുപോലെ ഇരിക്കും. എന്നാൽ ചില സെൽസ് മാത്രം നമുക്ക് വ്യത്യസ്തമായിട്ട് കാണപ്പെടും, അല്ലേ. വ്യത്യസ്തത നമുക്ക് ചില സെൽസിൽ കാണാൻ കഴിയും. ഞാനത് റൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഈ കൊളോണിയൽ ഫോംസിലും നമുക്ക് ഈ സെൽസിൻ്റെ ഇടയിൽ ചില സെൽസുകൾ മാത്രം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാം, അല്ലേ. വ്യത്യസ്ത ഷേപ്പിൽ, ആകൃതിയിൽ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പോൾ റൗണ്ട് ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ ഹെട്രോസിസ്റ്റുകളാണ്, കണ്ടോ. അപ്പം സാധാരണ സെൽസുകളെല്ലാം ബീഡ് പോലെ ഇരിക്കുന്നു.
അതിൻ്റെ ഇടയിൽ ഹെട്രോസിസ്റ്റിൻ്റെ ഷേപ്പിൽ മാത്രം വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെയാണ് ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെട്രോസിസ്റ്റിനെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും. മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഹെട്രോസിസ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ട്രൈക്കോമിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് മ്യൂസിലേജ് ഷീത്ത് വരുമ്പോൾ അതിനെ ഫിലമെൻ്റ് എന്ന് പറയുന്നു. കോളനീസ് ആയിട്ടാണ് നോസ്റ്റോക്ക് സാധാരണ കാണപ്പെടുന്നത്. അപ്പോൾ ഇനി നോസ്റ്റോക്കിൻ്റെ താലസിനെ പറ്റി നമുക്ക് പഠിക്കാം. നോസ്റ്റോക്ക് മിക്കപ്പോഴും കൊളോണിയൽ ഫോംസ് ആണ്. ഫിലമെൻറ്റസ് ബ്ലൂ ഗ്രീൻ ആൽഗിയാണ്. മ്യൂസിലേജിനസ് ഷീറ്റ്സ് ഉണ്ടായിരിക്കും. പിന്നെ ലാർജ് ട്രൈക്കോംസ് ഈ മ്യൂസിലേജിനസ് എൻവലപ്പിനകത്ത് എംബഡ് ചെയ്ത് കിടക്കും. പിന്നെ ഫിലമെൻറ്റ്സ് എല്ലാം തന്നെ യൂണിസെറിയേറ്റ്, അതായത് സിംഗിൾ ലെയർഡ് ഫിലമെൻറ്റ്സ് ആണ്. അൺബ്രാഞ്ചഡ് ആണ്. ഇവിടെ ബ്രാഞ്ചസ് ഒന്നും നമ്മൾ കണ്ടില്ല അല്ലേ. മൊണോളിഫോം ആണ്, അതായത് മുത്തുമണികൾ പോലെയാണ് ഇരിക്കുന്നത്. അതിനെയാണ് മൊണോളിഫോം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഫിലമെൻറ്റ്സ് എല്ലാം തന്നെ കേർവ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് വളഞ്ഞും വിളഞ്ഞും ഒക്കെയാണ് കിടക്കുന്നത്. ഇനി ഇൻഡിവിജ്വൽ ട്രൈക്കോംസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മ്യൂസിലേജ് കവറിംഗ് ഉണ്ട്. ഇതിനിടയിൽ ലാർജ് സൈസിലുള്ള തിക്ക് വോൾഡ് കളർലെസ് സെൽസ് കാണാൻ പറ്റും. കളർലെസ് ആണ് കേട്ടോ. കളർലെസ് സെൽസ് കാണാൻ പറ്റും. അതിനെയാണ് ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത്. ഹെട്രോസിസ്റ്റ് ഒന്നുകിൽ ആ ട്രൈക്കോമിൻ്റെ ഏറ്റവും ആദ്യം കാണാൻ പറ്റും, ഇല്ലെങ്കിൽ ട്രൈക്കോമിൻ്റെ ഇടയിലായിട്ട് കാണാൻ പറ്റും. ഇടയിലായിട്ട് കാണപ്പെടുന്നതിനെയാണ് ഇൻ്റർ കാലറി പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർ കാലറി പൊസിഷനിൽ നമ്മൾ ഹെട്രോസിസ്റ്റ് കാണുന്നുവെങ്കിൽ അതിനെ ഇൻ്റർ കാലറി ഹെട്രോസിസ്റ്റ് എന്നും, ഒരു ട്രൈക്കോം തുടങ്ങുന്നതിൻ്റെ ആദ്യം തന്നെ ഹെട്രോസിസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ടെർമിനൽ ഹെട്രോസിസ്റ്റ് എന്നും വിളിക്കുന്നു. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോസ്റ്റോക്കിൻ്റെ സെൽ സ്ട്രക്ചറിനെ പറ്റി പഠിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊക്കാരിയോട്സ് ആണ്. സ്പിറിക്കൽ അല്ലെങ്കിൽ ഓവൽ അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ സെൽസുകളാണ്. ഓരോ സെല്ലിൻ്റെയും സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് മ്യൂക്കോപോളിമേഴ്സ് കൊണ്ടാണ്. മ്യൂക്കോപോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള സെൽ വോൾ മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബാക്ടീരിയയുടെ സെൽ വോളിൽ മാത്രമാണ്. അപ്പോൾ ബാക്ടീരിയയുടെ സെൽ വോളിൽ മാത്രം കാണുന്ന ഒരു സെൽ വോൾ മെറ്റീരിയൽ എവിടെയും കാണുന്നു, സൈനോഫൈസിയൻ മെമ്പേഴ്സിൻ്റെ സെൽ വോളിലും കാണുന്നത് കൊണ്ടാണ് ഈ സൈനോഫൈസിയൻ മെമ്പേഴ്സിനെ സൈനോബാക്ടീരിയാസ് എന്ന് പറയുന്നത്. കണ്ടോ. അപ്പോൾ രണ്ടാമത്തെ സിമിലാരിറ്റി ഞാൻ പറഞ്ഞല്ലോ. എന്താണ് ആദ്യത്തെ സിമിലാരിറ്റി എന്തായിരുന്നു? ആദ്യത്തെ സിമിലാരിറ്റി എന്ന് പറയുന്നത് പ്രൊക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് അല്ലേ. രണ്ടുപേരും ബാക്ടീരിയയും സൈനോഫൈസിയൻ മെമ്പേഴ്സും പ്രൊക്കാരിയോട്സ് ആണ്. അതാണ് ആദ്യത്തെ സിമിലാരിറ്റി. രണ്ടാമത്തെ സിമിലാരിറ്റി സെൽ വോളിലുള്ളതാണ്. അതായത് ബാക്ടീരിയയുടെയും സൈനോഫൈസിയൻ മെമ്പേഴ്സിൻ്റെയും സെൽ വോളിനകത്ത് നമുക്ക് മ്യൂക്കോപോളിമേഴ്സ് കാണാൻ കഴിയും. അത് രണ്ടാമത്തെ സിമിലാരിറ്റിയാണ്. അപ്പോൾ സെൽ വോള് 2 ലെയേഴ്സ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഔട്ടർ ആൻഡ് ഇന്നർ ലെയർ. പ്രോട്ടോപ്ലാസവും നമുക്ക് രണ്ടായിട്ട് കാണാൻ കഴിയും. അതായത് സെൻറ്ററിൽ കാണുന്നത് സെൻട്രോപ്ലാസവും അതിൻ്റെ പെരിഫറിയിൽ കാണുന്നത് ക്രോമോപ്ലാസവും. രണ്ടും പ്രോട്ടോപ്ലാസമാണ്. പക്ഷേ പ്രോട്ടോപ്ലാസത്തിന് 2 കളേഴ്സിൽ കാണാൻ കഴിയും. അപ്പോൾ സെൻറ്ററിൽ കാണുന്ന സെൻട്രോപ്ലാസം കളർലെസ് ആണ്. അതിന് ചുറ്റും പിഗ്മെൻറ്റ്സോടുകൂടി ബ്ലൂയിഷ് ഗ്രീൻ പിഗ്മെൻറ്റോടുകൂടി നമുക്ക് പ്രോട്ടോപ്ലാസം പെരിഫറിയിൽ കാണാൻ കഴിയും. അതിനെയാണ് ക്രോമോപ്ലാസം എന്ന് പറയുന്നത്. അപ്പോൾ ക്രോമോപ്ലാസത്തിനകത്താണ് പിഗ്മെൻറ്റ്സ് ഉള്ളത്, അതുകൊണ്ട് തന്നെ അത് കളേർഡ് ആണ്. നമുക്കിവിടെ ഗ്രീനിഷ് പിഗ്മെൻറ്റ്, ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ് ഉണ്ട്, കരോട്ടിൻ പിഗ്മെൻറ്റ്സ് കാണാം, ബ്ലൂയിഷ് പിഗ്മെൻറ്റ്സ് കാണാം, റെഡിഷ് പിഗ്മെൻറ്റ്സ് കാണാം, പേർപ്പിൾ പിഗ്മെൻറ്റ്സ് കാണാം. അതായത് ബ്ലൂയിഷ് റെഡ് പിഗ്മെൻറ്റ്സും കൂടെ ചേർന്ന് കഴിയുമ്പോൾ പേർപ്പിൾ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനെ കളേർഡ് ആയിട്ട് കാണുന്ന ആ പ്രോട്ടോപ്ലാസത്തിൻ്റെ ഭാഗത്തിനെയാണ് ക്രോമോപ്ലാസം എന്ന് പറയുന്നത്. ഈ പിഗ്മെൻറ്റ്സ് വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള ചില സാക്കിനകത്താണ് കാണപ്പെടുന്നത്. അതിന് പറയുന്ന പേരാണ് തൈലക്കോയിഡ്സ്. അല്ലാതെ പിഗ്മെൻറ്റ്സ് വെതറിക്കിടക്കില്ല. പിഗ്മെൻറ്റ്സ് ആർ വെൽ പ്രൊട്ടക്റ്റഡ് വിത്തിൻ സെർട്ടൺ സാക്ക് ലൈക്ക് തൈലക്കോയിഡ്സ്. സെൻട്രോപ്ലാസം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സെൻട്രോപ്ലാസത്തിനകത്താണ് നമുക്ക് DNA RNA കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ പ്രൊക്കാരിയോട്ടിക് ഓർഗാനിസം ആയതുകൊണ്ട് തന്നെ DNA RNA ഒക്കെ പ്രോട്ടോപ്ലാസത്തിൻ്റെ നടുവിലായിട്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അപ്പം ഈ സെൻട്രോപ്ലാസത്തിനകത്താണ് ഇവ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്, DNAയും RNAയും. വാക്യൂൾസ് കാണില്ല. റിസർവ് ഫുഡ് മെറ്റീരിയൽസ് എപ്പോഴും സൈനോഫൈസിയൻ സ്റ്റാർച്ചും പ്രോട്ടീൻ ഗ്രാന്യൂൾസും ആയിരിക്കും. ഇനി ഹെട്രോസിസ്റ്റിനെ പറ്റി പഠിക്കാം. ഹെട്രോസിസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും 2 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത് കളർലെസ് ആയിട്ടുള്ള ലാർജ് സെൽസുകളാണ്. അത് ടെർമിനൽ അല്ലെങ്കിൽ ഇൻ്റർ കാലറി പൊസിഷനിൽ നമുക്ക് ട്രൈക്കോമിനകത്ത് കാണാൻ കഴിയുന്നു. ഹെട്രോസിസ്റ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് മിക്കപ്പോഴും സ്പിറിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. ലാർജ് തിക്ക് വോൾഡ് സെൽസുകളാണ്. ഈ സെല്ലിനകത്ത് നമുക്ക് സ്ലൈറ്റ് യെല്ലോയിഷ് കളറിലുള്ള സൈറ്റോപ്ലാസം കാണാൻ പറ്റും. ഇനി ഈ ഹെട്രോസിസ്റ്റിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പിക്ചർ ഞാൻ ടിക്ക് ചെയ്യുന്ന പിക്ചർ ഒന്ന് നോക്കൂ. ഇതാണ് ഒരു ഹെട്രോസിസ്റ്റ്. അപ്പോൾ ഹെട്രോസിസ്റ്റ് ബാക്കിയുള്ള സെൽസിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട
രീതിയിലായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഹെട്രോസിസ്റ്റിൻ്റെ കളർ വന്നിട്ട് യെല്ലോ കളറായിരിക്കും. ബാക്കിയുള്ള സെൽസിന് ഈ ബ്ലൂയിഷ് ഗ്രീൻ കളറും ഒക്കെ കാണുമ്പോൾ ഈ ഹെട്രോസിസ്റ്റ് സെല്ലുകൾ മാത്രം യെല്ലോയിഷ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് കളർ, വെള്ള കളറോ അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ കളറിലോ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഈ ഹെട്രോസിസ്റ്റിനകത്ത് കണ്ടോ, ഇവിടെ ഇങ്ങനെ പോളാർ നോഡ്യൂൾ എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടോ, അകത്തേക്ക് ഒരു കുഴിവ് കാണാൻ പറ്റും, രണ്ട് സൈഡിലും കുഴിവ് കാണാൻ പറ്റും. അപ്പോൾ ഇൻ്റർ കാലറി, അതായത് സെൽസ് ട്രൈക്കോമിൻ്റെ ഇടയിലുള്ള ഹെട്രോസിസ്റ്റിനകത്ത് നമുക്ക് രണ്ട് പോളാർ നോഡ്യൂൾസ്, ഇതുപോലെ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ രണ്ട് പോളാർ നോഡ്യൂൾസ് കാണാൻ പറ്റും, രണ്ട് എൻഡിലായിട്ട്. പോളാർ നോഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അകത്തേക്ക് വരുന്ന ഒരു കുഴിവാണ്, ഒരു കുഴിയാണ് കേട്ടോ, ഒരു പിറ്റാണ്. അതിനകത്ത് നമുക്കൊരു പോറും കാണാൻ പറ്റും. ആ പോർ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പോളാർ നോഡ്യൂൾസിൻ്റെ അകത്തായിട്ട് നമുക്കൊരു പോറും കാണാൻ പറ്റും. ഇനി പോളാർ നോഡ്യൂൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ പോളാർ നോഡ്യൂൾസ് വഴിയാണ് ഹെട്രോസിസ്റ്റ് തൊട്ടടുത്തുള്ള നെയ്ബറിങ് സെൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് സാധനങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഈ പോളാർ നോഡ്യൂളും പോറും വഴിയാണ്. ഇനി അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പോളാർ നോഡ്യൂൾസ് ഇൻ്റർ കാലറിയിൽ 2 ടെർമിനൽ ഹെട്രോസിസ്റ്റിൽ 1 ആയിരിക്കും കാണുന്നത്. പിന്നെ ഹെട്രോസിസ്റ്റ് വെജിറ്റേറ്റീവ് സെല്ല് തന്നെയാണ്. അത് പയ്യെ ഹെട്രോസിസ്റ്റായിട്ട് ട്രാൻസ്ഫോം ചെയ്ത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷനിൽ വെജിറ്റേറ്റീവ് സെല്ല് തിക്ക് വോൾഡ് ആയിട്ട് അതിൻ്റെ പിഗ്മെൻറ്റ്സ് എല്ലാം നഷ്ടപ്പെട്ടിട്ട് പോളാർ നോഡ്യൂൾസ് ഡെവലപ്പ് ചെയ്തിട്ടാണ് അതെന്തായിട്ട് മാറുന്നത്, ഹെട്രോസിസ്റ്റായിട്ട് മാറുന്നത്. ഇനി ഹെട്രോസിസ്റ്റിൻ്റെ ഫംഗ്ഷൻ മാത്രമായിട്ട് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. മിക്ക യൂണിവേഴ്സിറ്റി എക്സാംസിനും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ് ഫംഗ്ഷൻ ഓഫ് ഹെട്രോസിസ്റ്റ്. അപ്പം ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷന് സഹായിക്കുന്ന ഒന്നാണ്. അതായത് ഹെട്രോസിസ്റ്റുകൾ എവിടെയുണ്ടോ ആ ഭാഗത്തുള്ള സെൽസുകളാണ് അവിടെ വെച്ച്, ആ ഹെട്രോസിസ്റ്റ് എവിടെയാണോ ഉള്ളത് ആ പോയിന്റിൽ വെച്ച് ബ്രേക്ക് ആവുന്നു. എന്നിട്ട് സെൽസുകൾ അവിടെ നിന്ന് മുറിഞ്ഞു മാറുന്നു കേട്ടോ. അപ്പോൾ ഇറ്റ് ആക്ട് ആസ് എ പോയിന്റ് ഓഫ് ബ്രേക്കേജ്, ദസ് ഹെൽപ്പ് ഇൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. പിന്നെ അതുപോലെ തന്നെ എക്കൈനൈറ്റ്സ്, റെസ്റ്റിംഗ് സ്പോർസ് നമ്മൾ നേരത്തെ പഠിച്ചു. എക്കൈനൈറ്റ്സ് ഉണ്ടാകാൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈ ഹെട്രോസിസ്റ്റുകളാണ്. അതുപോലെ ഹെട്രോസിസ്റ്റിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒരു പുതിയ ആൽഗെ ജനറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഹെട്രോസിസ്റ്റ് അങ്ങനെ സെക്ഷൽ റീപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഹെട്രോസിസ്റ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷനാണിത്, നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നു. അതായത് നൈട്രജൻ ഹെട്രോസിസ്റ്റിനകത്ത് ചില എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നൈട്രജനെ എത്തിച്ചു കൊടുക്കും. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് തന്നെ സൈനോഫൈസിയൻ ആൽഗെ കമേഴ്ഷ്യൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്, എക്കണോമിക് വാല്യൂ ഉള്ളതാണ്. അതായത് സൈനോഫൈസിയൻ ആൽഗെ ഇൻഡസ്ട്രീസിൽ കൾച്ചർ ചെയ്യുന്നുണ്ട്. എന്തിനാണ്? ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ സൈനോഫൈസിനകത്തിരിക്കുന്ന ഈ ആൽഗയിലുള്ള ഹെട്രോസിസ്റ്റിനകത്തിരിക്കുന്നത് ചില എൻസൈംസ് ആണ്. ആ എൻസൈംസ് എന്ത് ചെയ്യുന്നു? എൻസൈംസ് നൈട്രജനെ പ്ലാന്റ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അപ്പം നൈട്രജൻ പ്ലാന്റ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിൽ ഓൾറെഡി പ്ലാന്റ്സിന് നൈട്രജൻ അബ്സോർബ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ലേ? ഉണ്ട്. പക്ഷേ നൈട്രജൻ പ്ലാന്റ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ചില ബാക്ടീരിയാസാണ്, സോയിലിലുള്ള ചില ബാക്ടീരിയാസാണ്. അപ്പോൾ ആ ബാക്ടീരിയാസ് ആ പെർട്ടിക്കുലർ സോയിലിൽ കുറവാണെങ്കിൽ വേണ്ട രീതിയിൽ നൈട്രജൻ പ്ലാന്റ്സിൽ എത്തപ്പെടുകയില്ല. മനസ്സിലായോ? അപ്പോൾ പ്ലാന്റ്സിന് ഏറ്റവും വേണ്ട ഒരു പ്രൈമറി ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത് നൈട്രജനാണ്. നൈട്രജൻ ഇല്ലെങ്കിൽ പ്ലാന്റ് അപ്പോൾ തന്നെ ഡെഡായി പോകും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് ഈ സൈനോഫൈസിൻ ആൽഗേസിനെ ആ പ്ലാന്റ്സിൽ സോയിലിൽ ഇട്ട് കൊടുത്താൽ മതി, അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സൈനോഫൈസിൻ ആൽഗെ എന്ത് ചെയ്യുന്നു? ആ പ്ലാന്റ്സിന് ആവശ്യമുള്ള നൈട്രജൻ എത്തിച്ചു കൊടുക്കുന്നു. ബിക്കോസ് ഹെട്രോസിസ്റ്റിനകത്ത് ഈ എൻസൈംസ് ഉള്ളത് കൊണ്ട് ഇറ്റ് വിൽ കൺവേർട്ട് ആൻഡ് ട്രാൻസ്പോർട്ട് നൈട്രജൻ ടു ദ പ്ലാന്റ്സ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് പാഡി ഫീൽഡ്സിൽ ഈ സൈനോഫൈസിൻ ആൽഗെ ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ സൈറ്റ് ഓഫ് നൈട്രജൻ ഫിക്സേഷൻ. ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പം നൈട്രജൻ എത്തിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ നൈട്രജൻ പ്ലാന്റ്സിനകത്തേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഫിക്സ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള അർത്ഥമാണ്. ദെൻ അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണിത് അല്ലേ. അപ്പോൾ ഹെട്രോസിസ്റ്റിനകത്താണ് ഈ നൈട്രജൻ ഫിക്സേഷൻ ചെയ്യുന്ന എൻസൈംസുകൾ ഉള്ളത്. ഇനി ഇറ്റ് സെർവ്സ് എ സ്റ്റോറേജ് ഓർഗൻസ്. അപ്പം മാത്രമല്ല ഹെട്രോസിസ്റ്റിനകത്ത് എന്ത് ചെയ്യുന്നു? ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ സ്റ്റോറേജ് ഓർഗനായിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഫംഗ്ഷനുകൾ ഉറപ്പായിട്ടും എഴുതണം. 2 മാർക്കിന് ഇത് സാധാരണ എപ്പോഴും ചോദിക്കാറുള്ളതാണ്.
ഇനി റീപ്രൊഡക്ഷനെ പറ്റിയാണ് പറയാനുള്ളത്. റീപ്രൊഡക്ഷൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും എസെക്ഷൽ റീപ്രൊഡക്ഷനും മാത്രമേ ഈ നോസ്റ്റോക്കിനകത്ത് നടക്കാറുള്ളൂ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ്, അത് ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഇത്രയും അപ്പൻഡേജസ് വഴിയാണ്: ഹോർമോഗോണിയ, എക്കൈനൈറ്റ്സ്, ഹെട്രോസിസ്റ്റ് ആൻഡ് എൻഡോസ്പോർസ്. അപ്പോൾ ഇതിൽ ഹെട്രോസിസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതുപോലെ എക്കൈനൈറ്റ്സും എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഹോർമോഗോണിയയും എൻഡോസ്പോർസും മാത്രമാണ് അറിഞ്ഞുകൂടാത്തത്, അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ഫ്രാഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനെ പറ്റി നോക്കാം. ഓക്കെ, ഇത് റെപ്പറ്റീഷൻ വന്നിരിക്കുകയാണ്. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ആൽഗെ മുറിഞ്ഞു മാറിയിട്ട് മുറിഞ്ഞു മാറിയ പീസസ് ഓരോന്നും ഓരോ പുതിയ കോളനിയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നോസ്റ്റോക്ക് പറയുന്നുണ്ട്, നോസ്റ്റോക്കിൻ്റെ ട്രൈക്കോം മുറിഞ്ഞു മാറിയിട്ട്, ഫിലമെൻ്റ് മുറിഞ്ഞു മാറിയിട്ട് അത് ഓരോന്നും ഓരോ പുതിയ നോസ്റ്റോക്കായിട്ട് മാറുന്നു. ഇനി ഹോർമോഗോണിയം സെയിം ആണ്. ഹോർമോഗോണിയയുടെ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ഹെട്രോസിസ്റ്റ് എവിടെയാണോ ഉള്ളത്, ഇവിടെ ഞാൻ അടയാളപ്പെടുത്തുന്ന കണ്ട് ഇതൊരു ഹെട്രോസിസ്റ്റ് ആണ്. ഹെട്രോസിസ്റ്റ് എവിടെയാണോ ഉള്ളത് ആ ഭാഗം വെച്ച് ബ്രേക്ക് ആവുന്നു. ബ്രേക്കായിട്ട് മ്യൂസിലേജിൽ നിന്ന് പുറത്തേക്ക് ഈ ബ്രേക്കായ സെൽസുകൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഈ സെൽസുകൾ പുറത്തേക്ക് വരുമ്പോൾ അത് ഒരുമിച്ചായിരിക്കും വരുന്നത്, കണ്ടോ? അങ്ങനെ ഒരുമിച്ച് ആ സെൽസുകൾ രണ്ടായിട്ട് പുറത്തു വരുന്നു. പുറത്ത് വന്നതിന് ശേഷം ഈ സെൽസുകൾ ഓരോന്നും ഡിവൈഡ് ചെയ്ത് പുതിയ സെല്ലുകളായിട്ട് മാറുന്നു. ഡിവൈഡ് ചെയ്ത് പ്രോട്ടോപ്ലാസം ഇതുപോലെ ഡിവൈഡ് ചെയ്ത് ഓരോ സെല്ലും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? പുതിയ ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നു. എന്നിട്ട് ഓരോന്ന് ഇത് ഒരു പുതിയ നോസ്റ്റോക്കായിട്ട് മാറും. അതുപോലെ തന്നെ ഈ താഴത്തെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസും ഒരു പുതിയ നോസ്റ്റോക്കായിട്ട് മാറും. മനസ്സിലായോ? എന്നിട്ട് നോസ്റ്റോക്കായിട്ട് മാറിയിട്ട് അതിന് ചുറ്റുമായിട്ട് ഒരു മ്യൂസിലേജൻസ് കവറിങ്ങും ഉണ്ടാവും. അപ്പോൾ ഇതിനെയാണ് ഹോർമോഗോണിയ എന്ന് പറയുന്നത്. ഈ ഫ്രാഗ്മെന്റ്സ് ഓഫ് സെൽസുകളെയാണ് ഹോർമോഗോണിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഹോർമോഗോണിയ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ലെങ്ത് ഓഫ് ട്രൈക്കോംസുകളാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവർ ഗ്ലൈഡ് ചെയ്ത് പയ്യെ മ്യൂസിലേജ് ഷീത്തിൽ നിന്ന് പുറത്തേക്ക് വെളിയിൽ വരുന്നു. എന്നിട്ട് ഇങ്ങനെ മുറിഞ്ഞു മാറിയ ഈ ഹെട്രോസിസ്റ്റ് എവിടെയാണോ അവിടെ നിന്നായിരിക്കും ഈ ബ്രേക്ക് സംഭവിക്കുന്നത്. അങ്ങനെ ഹോർമോഗോണിയ എന്ത് ചെയ്യുന്നു? ദേ അണ്ടർഗോ ഡിവിഷൻ ആൻഡ് ഫോംസ് ഡോട്ടർ cells, and then they develop their own mucilage sheath around them and forms adult colonies. അപ്പോൾ ഹോർമോഗോണിയ എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കും കേട്ടോ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സാധാരണ ചോദിച്ചിട്ടുണ്ട്, മിക്കപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്, അതാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇനി അടുത്ത എക്കൈനൈറ്റ്സ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. റെസ്റ്റിംഗ് സ്പോർസുകളാണ്, യൂണിസെല്ലുലാർ ആണ്, തിക്ക് വാൾഡ് ആണ്. അപ്പം ഇതിനകത്ത് ഫുഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ എക്കൈനൈറ്റ്സ് റെസ്റ്റിംഗ് സ്പോർസ് എന്ന് പറയുന്ന ഈ എക്കൈനൈറ്റ്സ് ഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോൾ അതിൽ നിന്ന് പുതിയ ആൽഗെ ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ അതിനകത്ത് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ്. ഫുഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പുതിയൊരു ആൽഗെ അതിൽ നിന്ന് ജെർമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. ജെർമിനേറ്റ് ചെയ്ത് വരണമെങ്കിൽ എനർജി വേണ്ടേ. അപ്പോൾ എക്കൈനൈറ്റ്സിനകത്ത് ഫുഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. തിക്ക് വാൾഡ് സ്പോർസ് ആണ്, റെസ്റ്റിംഗ് സ്പോർസ് ആണ്. ഈ സ്പോർസ് ഇതുവരെ റെസ്റ്റ് ചെയ്യും അൺഫേവറബിൾ കണ്ടീഷൻസ് തീരുന്നത് വരെ. അതായത് ക്ലൈമറ്റിക് കണ്ടീഷൻസ് വളരെ മോശമാവുന്ന സമയത്ത് പ്ലാന്റ്സ് ഈ നോസ്റ്റോക്കിനകത്ത് എക്കൈനൈറ്റ്സ് ഫോം ചെയ്യും. എന്നിട്ട് പെട്ടെന്ന് നല്ലൊരു മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ല ക്ലൈമറ്റിക് കണ്ടീഷൻസ് ആകുമ്പോൾ ഈ എക്കൈനൈറ്റ്സിൽ നിന്ന് പുതിയ ആൽഗെ ജെർമിനേറ്റ് ചെയ്യും, പുതിയ നോസ്റ്റോക്ക് ജെർമിനേറ്റ് ചെയ്ത് വരും. ഇനി ദേ ആർ ലാർജർ ദാൻ വെജിറ്റേറ്റീവ് സെൽസ്. വെജിറ്റേറ്റീവ് സെൽസിനെ കാട്ടിലും സൈസ് കൂടുതലായിരിക്കും. നോർമൽ ഒരു വെജിറ്റേറ്റീവ് സെല്ല് തന്നെയാണ് നേരത്തെ നമ്മൾ ഹെട്രോസിസ്റ്റ് പറഞ്ഞതുപോലെ എന്തായിട്ട് മാറുന്നത്? എക്കൈനൈറ്റ്സ് ആയിട്ട് മാറുന്നത്. ഈ ഹെട്രോസിസ്റ്റ് കാരണമാണ് എക്കൈനൈറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഹെട്രോസിസ്റ്റുകൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ഹെട്രോസിസ്റ്റ് എന്ത് ചെയ്യുന്നു? എക്കൈനൈറ്റ്സുകളുടെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യും. അത് ഏതൊക്കെയോ രീതിയിൽ സിഗ്നൽ കൊടുത്ത് എക്കൈനൈറ്റ്സ് ആയിട്ട് ചില വെജിറ്റേറ്റീവ് സെൽസിനെ ട്രാൻസ്ഫോം ചെയ്യും. അപ്പം ഹെട്രോസിസ്റ്റ് കാരണമാണ് എക്കൈനൈറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ചില കെമിക്കൽസ് സെക്രീറ്റ് ചെയ്തുകൊണ്ട് ഹെട്രോസിസ്റ്റിൽ നിന്ന് ചില കെമിക്കൽസ് സെക്രീറ്റ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോളാർ നോഡ്യൂൾസ് വഴി അത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു സെൽസിലേക്ക്. അപ്പോൾ നെയ്ബറിംഗ് സെൽസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ സെൽസുകൾ എന്തായിട്ട് മാറും? എക്കൈനൈറ്റ്സ് ആയിട്ട് മാറും. എക്കൈനൈറ്റ്സിന് 3 പ്രൊട്ടക്റ്റീവ് കവറിങ്സ് ഉണ്ട് അറൗണ്ട് ദ സെൽ വോൾ. അപ്പോൾ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് 3 പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് കൊണ്ടാണ്. അതുകൊണ്ടാണ് എക്കൈനൈറ്റ്സ് വളരെ റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദേ ആർ റെസിസ്റ്റൻറ്റ് ടു ടെമ്പറേച്ചർ ആസ് വെൽ ആസ് ഡെസിക്കേഷൻ. വളരെ ഡ്രൗട്ടായിട്ടുള്ള കണ്ടീഷൻ, ഡെസിക്കേറ്റഡ് ഹോട്ട് ക്ലൈമറ്റിനെയും ടെമ്പറേച്ചറിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ളത് എക്കൈനൈറ്റ്സിൻ്റെ ചുറ്റുമുള്ള ഈ 3 ലെയർ സെൽ വോൾ കവറിങ് ഉള്ളത് കൊണ്ടാണ്. then they occur in singly or in long chains. ഒന്നുകിൽ സിംഗിൾ ആയിട്ട് എക്കൈനൈറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ലോങ് ചെയിൻസ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് എക്കൈനൈറ്റ്സ് ഫോം ചെയ്യും. അപ്പം ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ഈ തിക്ക് വാൾസ്, ഈ 3 ലെയർ വാൾ ബ്രേക്ക് ആയിട്ട് അതിനകത്ത് നിന്ന് പുതിയ ഫിലമെൻറ്റ്സ്, നോസ്റ്റോക്ക് ഫിലമെൻറ്റ്സ് ജെർമിനേറ്റ് ചെയ്യും.
ഇതാണ് എക്കൈനൈറ്റ്സ് കേട്ടോ. ദെൻ എക്കൈനൈറ്റ്സിനെ പറ്റിയും 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് അത് പുതിയ ഫിലമെൻ്റ് ആയിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷന് കാരണമാകുന്നത് എന്നുള്ളത്. അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കുക. ഇനി ജെർമിനേഷൻ ഓഫ് ഹെട്രോസിസ്റ്റ് ആണ്. ഹെട്രോസിസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ നൈട്രജൻ ഫിക്സേഷനും അങ്ങനത്തെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിലും അതെന്ത് ചെയ്യുന്നു, അസെക്ഷൽ റീപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ എക്കൈനൈറ്റ്സിൽ നിന്ന് പുതിയ നോസ്റ്റോക്ക് ഫിലമെൻറ്റ്സ് ജെർമിനേറ്റ് ചെയ്യുന്നു. ജെർമിനേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ പിക്ചർ നോക്കുക. ഇതൊരു എ എന്ന് പറയുന്നത് ഹെട്രോസിസ്റ്റ് ആണ്, ബി എന്ന് പറയുന്നത് ഹെട്രോസിസ്റ്റിനകത്തുള്ള പ്രോട്ടോപ്ലാസം 2 ഡിവൈഡ് ചെയ്തിട്ട് 2 ഡോട്ടർ സെൽസ് ആയിട്ട് മാറി. എന്നിട്ട് സി നോക്കൂ. എന്നിട്ട് ഈ ഡോട്ടർ സെൽസ് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ഈ ഹെട്രോസിസ്റ്റ് വീണ്ടും സി എന്ന് പറയുന്ന പിക്ചറിൽ കാണാം, വീണ്ടും ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്ത് 4 ആയിട്ട് മാറുന്നു. അങ്ങനെ ഒരു ഫിലമെൻ്റ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ചുറ്റിനുമുള്ള സെൽ വാൾ ബ്രേക്ക് ആവുന്നു. എന്നിട്ട് അതൊരു പുതിയ ട്രൈക്കോമായിട്ട് മാറി ആ ട്രൈക്കോമിന് ചുറ്റുമായിട്ട് മ്യൂസിലേജ് ഷീത്ത് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പുതിയതായിട്ടുണ്ടാകുന്ന ഡോട്ടർ സെൽസുകളെയാണ് ജേർംലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി എൻഡോസ്പോർസ് ആണ്. എൻഡോസ്പോർസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പ്രോട്ടോപ്ലാസം ഡിവൈഡ് ചെയ്തിട്ട് ഉണ്ടാകുന്ന സ്പോറുകളാണ്. അപ്പം ഈ എൻഡോസ്പോർസ് എല്ലാം നേക്കഡ് നോൺ ഫ്ലജലേറ്റഡ് സ്പോർസുകളാണ്. ഇതുണ്ടാകുന്നത് പ്രോട്ടോപ്ലാസത്തിൻ്റെ ഡിവിഷൻ വഴിയാണ്. അപ്പം ഒരു സെല്ലിനകത്തുള്ള പ്രോട്ടോപ്ലാസം ഡിഫറെൻറ്റ് ബിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഓരോ ബിറ്റും ഓരോ എൻഡോസ്പോറായിട്ട് മാറുന്നു. എൻഡോസ്പോറ് തിൻ വോൾഡ് ആണ്, മാത്രമല്ല അത്ര റെസിസ്റ്റൻ്റ് ഒന്നുമല്ല, മാത്രമല്ല റെസ്റ്റിംഗ് സ്പോർസും അല്ല. അത് എൻഡോസ്പോർസ് ഉടനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഇതുപോലെ സെൽ വോൾ ബ്രേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് എൻഡോസ്പോർ ഉടനെ തന്നെ നിമിഷ നേരം കൊണ്ട് തന്നെ ഒരു പുതിയ ഫിലമെൻ്റ് ആയിട്ട് നോസ്റ്റോക്ക് ഫിലമെൻ്റ് ആയിട്ട് ജെർമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സൈനോഫൈസിൻ മെമ്പേഴ്സിൻ്റെ സാലിയൻ ഫീച്ചേഴ്സും നോസ്റ്റോക്കിൻ്റെ സാലിയൻ ഫീച്ചേഴ്സും. ഓക്കെ, അപ്പം നോസ്റ്റോക്കിനെ പറ്റിയുള്ള എല്ലാം പഠിച്ചു കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ആൽഗയെ പറ്റി പഠിക്കാം. അപ്പോൾ എനിവേ, താങ്ക്സ് എ ലോട്ട് ഫോർ യുവർ patient listening. Okay, thank you.